درباره آمين. الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح
الله أكبر الله أكبر لا إله إلا الله. السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. الذين مكناهم في الأرض أقاموا الصلاة وآتوا الزكاة وأمروا بالمعروف ونهوا عن المنكر ولله عاقبة الأمور. അൽഹംദുലില്ലാ. ഇന്ന് അല്ലാഹു അഹ്മദിയ ജമാഅത്ത് സ്വീഡന് തങ്ങളുടെ രണ്ടാമത്തെ പള്ളി നിർമ്മിക്കുവാനുള്ള തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. ഇതിന്റെ പേര് മസ്ജിദ് മഹ്മൂദ് എന്നാണ് വെച്ചിട്ടുള്ളത്. മാഷാ അല്ലാ, എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ വലിയ ഇഖ്ലാസിന്റെ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇത് ഒരു വലിയ പദ്ധതി ആയിരുന്നു. ഇവിടുത്തെ ജമാഅത്ത് ചെറിയ ഒരു ജമാഅത്താണ്. ഈ ഒരർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും ഒരു വലിയ പദ്ധതി തന്നെയായിരുന്നു. ഇവിടെ കുറച്ചുപേർ തൊഴിൽ രഹിതരായിട്ടുണ്ട്. വൃദ്ധന്മാരും ഉണ്ട്, കുട്ടികളും ഉണ്ട്, വീട് പരിപാലിക്കുന്ന സ്ത്രീകളുമുണ്ട്. എന്നാൽ സമ്പാദിക്കുന്നവർ മുൻകടന്ന് ത്യാഗം ചെയ്തപ്പോൾ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് തങ്ങളുടെ കഴിവിന്റെ പരമാവധി ധനത്യാഗം സമർപ്പിച്ചപ്പോൾ
മറുഭാഗത്ത് സ്ത്രീകളും കുട്ടികളും പിന്നിലായില്ല. അള്ളാഹുവിന്റെ ഭവനത്തിന്റെ നിർമ്മാണത്തിനായി ദീനിന് ദുനിയാവിനേക്കാൾ മുൻഗണന നൽകുന്നതിന്റെ മാതൃക സ്ഥാപിച്ചിരിക്കുന്നു. ആഗ്രഹങ്ങൾ ഇല്ലാത്തതായി ആരാണുള്ളത്? ആവശ്യങ്ങൾ ഇല്ലാത്തതായി ആരാണുള്ളത്? ഈ കാലഘട്ടത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭൗതിക വസ്തുക്കൾ ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഹമ്മദികളുടെ ധനത്യാഗം കണ്ടുകൊണ്ട് മനുഷ്യൻ അത്ഭുതപ്പെട്ടു പോകുന്നു. കേവലം ഒരു പള്ളിയുടെ നിർമ്മാണത്തിന്റെ കാര്യമല്ല. പള്ളികളുടെ നിർമ്മാണം, നമസ്കാര സെന്ററുകളുടെ നിർമ്മാണവും വാങ്ങലും, മിഷൻ ഹൌസുകളുടെ നിർമ്മാണവും വാങ്ങാനുള്ള പദ്ധതികളും അത് അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെയും ഒരുപാട് മറ്റു ചിലവുകളും ഉണ്ട്. ലോകത്ത് എല്ലായിടത്തും ഈ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു ചന്തകളും നടന്നുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ആവശ്യങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നതോടൊപ്പം താരതമ്യേന നല്ല നിലയിൽ ജീവിക്കുന്ന അഹമ്മദികൾ ദരിദ്ര രാജ്യങ്ങളിൽ താമസിക്കുന്ന അഹമ്മദികളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനു വേണ്ടിയും ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളിൽ താമസിക്കുന്ന അഹമ്മദികളുടെ സാമൂഹിക അവസ്ഥകൾ കാരണം അവർ ത്യാഗങ്ങൾ ചെയ്തതിനു ശേഷവും ഉണ്ടാകുന്ന കുറവുകൾ നല്ല അവസ്ഥയിൽ വസിക്കുന്ന അഹമ്മദികൾ പൂർത്തിയാക്കിക്കൊണ്ട് അത്തരം രാജ്യങ്ങളിലെ ജമാഅത്തുകളുടെ ആവശ്യം പൂർത്തിയാക്കുന്നതിൽ സഹായിക്കുന്നു. ഏതായിരുന്നാലും അഹമ്മദിയ ജമാഅത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ധനത്യാഗം ചെയ്യുന്നതിനു വേണ്ടി ഒരസ്വസ്ഥതയുടെ പ്രകൃതമുള്ള വ്യക്തികൾ ഉണ്ട്. ജമാഅത്തിനു വേണ്ടി, അള്ളാഹുവിനു വേണ്ടി ചിലവഴിക്കുന്നതിലുള്ള ആ ഇസ്ലാമിക ആത്മാവ് ഇന്ന് ഈ കാലഘട്ടത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസൻ നമ്മളിൽ ഊതിയിട്ടുള്ളതാണ്. ഏതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം ജമാഅത്ത് അംഗങ്ങളുടെ ധനത്യാഗത്തിൽ വിസ്മയം പ്രകടിപ്പിച്ചുവോ, ഇന്നും ഞാൻ പറഞ്ഞതുപോലെ ഈ ത്യാഗങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചെയ്ത വാഗ്ദാനങ്ങളുടെ പ്രകടനമാണ്. അതായത് അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കും. ഈ പള്ളിയുടെ നിർമ്മാണം, മുകളിൽ 2 മുറിയുള്ള താമസ സ്ഥലത്തിന്റെ നിർമ്മാണം, ഓഫീസുകൾ, ലൈബ്രറി എന്നിവയ്ക്കായി ഏകദേശം എനിക്ക് നൽകിയിരിക്കുന്ന ഏകദേശ ചെലവിന്റെ കണക്കനുസരിച്ച് 37.5 മില്യൺ ക്രോണറിന്റേതാണ്. അഥവാ 3.2 മില്യൺ പൗണ്ടാണ്. 3.25 മില്യൺ പൗണ്ട് ആണ് ചെലവായത്. ഹാളും മുറബി ഹൌസും കിച്ചണും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഹാളിന്റെ ഫിനിഷിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘാടകർ വിചാരിക്കുന്നത് ഇനിയും അല്പം കൂടി ചിലവാകും എന്നാണ്. 8-10 മില്യൺ ക്രോണർ ഇനിയും ചിലവാകും. അഹമ്മദിയ ജമാഅത്തിന്റെ ഭൂരിഭാഗം പദ്ധതികളിലും നടക്കാറുള്ളതുപോലെ ഒരുപാട് ജോലികൾ നാം വക്കാറെ അമലിലൂടെ ചെയ്യുന്നു. ഇതുകാരണം ചിലവുകളിൽ അല്പം കുറവും ഉണ്ടാകുന്നു.
സന്നദ്ധ സേവകരും വോളണ്ടിയർമാരും ജോലി ചെയ്യുന്നു. ചിലർ എന്നോട് പറഞ്ഞു, രാവും പകലും ഇവിടെ തന്നെ കഴിച്ചുകൂട്ടി അല്ലെങ്കിൽ കുറച്ചു സമയത്തിനായി വീട്ടിൽ പോയി തിരിച്ചു വരുമായിരുന്നു. ജോലി പെട്ടെന്ന് തീരുന്നതിനും ഉദ്ഘാടനം നടക്കുന്നതിനും വേണ്ടി. എന്നിട്ടും ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ കരാറുകാർ അല്ലെങ്കിൽ തൊഴിലാളികൾ ഒരിക്കൽ അവർ പ്രവേശിച്ചാൽ പിന്നീട് അവർ തങ്ങളുടെ ഇഷ്ടപ്രകാരം പുറത്തുപോകുന്നു. ഇവിടുത്തെ സംഘാടകർ ഈ ഒരു മാർജിൻ വെച്ചതിന് ശേഷമായിരുന്നു എന്നെ ക്ഷണിക്കേണ്ടിയിരുന്നത്. ഏതായിരുന്നാലും അല്ലാഹു ധനത്യാഗം ചെയ്തവർക്കും മറ്റും ഉന്നതമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആരാണോ ഈ പള്ളിയുടെയും ഈ കോംപ്ലക്സിന്റെയും നിർമ്മാണത്തിൽ ഏതെങ്കിലും വിധത്തിൽ പങ്കാളികളായത്. വളരെ മനോഹരമായൊരു പള്ളിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രദേശവാസികളും ഇതിന്റെ ഭംഗിയെ പ്രശംസിക്കുന്നു. 2 ദിവസം മുമ്പ് പത്രത്തിന്റെയും റേഡിയോയുടെയും പ്രതിനിധികൾ ഇവിടെ വന്നിരുന്നു. അവരും എന്നോട് ഇത് തന്നെയാണ് പറഞ്ഞത്. വളരെ മനോഹരമായ പള്ളിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ പ്രദേശത്തെ സൗന്ദര്യത്തിലുള്ള ഒരു പുതിയ വർധനവാണ്. ത്യാഗത്തിന്റെ ആത്മാവിന്റെ പ്രകടനം എപ്രകാരമാണ് കുട്ടികളും മുതിർന്നവരും കാണിച്ചത്, അതിന് ഏതാനും ചില ഉദാഹരണങ്ങൾ കേൾപ്പിക്കാം. ഒരു 11 വയസ്സുള്ള പെൺകുട്ടി പള്ളിയുടെ ചന്തക്കായി ഏകദേശം ഏതാനും 100 ക്രോണർ നൽകി. പറഞ്ഞു, അവൾ കുറെ കാലമായി സ്വരൂപിച്ച പോക്കറ്റ് മണി പള്ളിയുടെ നിർമ്മാണത്തിനായി നൽകാൻ വേണ്ടി വന്നതാണ്. 10-11 വയസ്സുള്ള ഒരു പെൺകുട്ടി അമീർ സാഹിബിന്റെ അടുത്തോ ചന്ത വാങ്ങുന്ന സംഘാടകരുടെ അടുത്തോ വന്നു 500 ക്രോണർ പള്ളിയുടെ നിർമ്മാണത്തിനായി നൽകി. എന്നിട്ട് പറഞ്ഞു, അവളുടെ പക്കൽ 2 തത്തകളുണ്ടായിരുന്നു. അവയെ വിറ്റുകൊണ്ട് അവൾ അത് പള്ളിക്കു വേണ്ടി നൽകാനായി വന്നിരിക്കുകയാണ്. ഈ രാജ്യങ്ങളിൽ പെറ്റ് അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ കൂടെ വെക്കാൻ വളരെയധികം താല്പര്യമുള്ളവരാണ്. എന്നാൽ അഹമ്മദി പെൺകുട്ടി ഇവിടുത്തെ കുട്ടികളെപ്പോലെ തന്റെ വളർത്തുമൃഗത്തിനല്ല മുൻഗണന നൽകിയത്, മറിച്ച് അള്ളാഹുവിന്റെ വീടിന്റെ നിർമ്മാണത്തിന് തന്റെ താല്പര്യത്തെക്കാൾ പ്രാധാന്യം നൽകി. യഥാർത്ഥത്തിലുള്ള താല്പര്യവും മുൻഗണനയും അള്ളാഹുവിന്റെ പ്രീതി തന്നെയാണ്. ഇത് അഹമ്മദി കുട്ടികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവർക്ക് ചെറുപ്പത്തിൽ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകളുടെ ഗ്രാഹ്യം ഉണ്ടാകുന്നു. പള്ളിയുടെ നിർമ്മാണത്തിൽ ഭാഗവാക്കാകുന്നവർ സ്വർഗത്തിൽ തങ്ങളുടെ വീട് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുകൂടി പറഞ്ഞു, പട്ടണങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്ഥലം പള്ളികളാണ്. ഇതുകൂടെ പറഞ്ഞു, ഗോത്രങ്ങളിൽ പള്ളികൾ നിർമ്മിക്കുക, മഹല്ലുകളിൽ നഗരങ്ങളിൽ പള്ളികൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇതിന്റെ ഫലമായാണ് നാം എല്ലാ സ്ഥലങ്ങളിലും പള്ളികൾ നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് പല ജേർണലിസ്റ്റുകളും ചോദിക്കുന്നു, പള്ളി നിർമ്മിക്കുന്ന അവസരത്തിൽ പോകുമ്പോൾ പള്ളി ഇവിടെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്, എന്ത് പ്രത്യേകതയാണുള്ളത്, എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത്? ഇവിടെയും എന്നോട് അവർ ചോദിച്ചു. മാൽമൂമിന് ഒരു പ്രത്യേകതയുമില്ല, മറ്റു സ്ഥലങ്ങൾക്കും പ്രത്യേകതയില്ല. നമ്മുടെ ജോലി പള്ളികൾ നിർമ്മിക്കുക എന്നതാണ്. കുറച്ച് അഹമ്മദികൾ ഉള്ളിടങ്ങളിൽ ഒരുമിച്ചു കൂടുന്നതിനും തങ്ങളുടെ ഇബാദത്തിന്റെ കടമ നിറവേറ്റുന്നതിനും വേണ്ടി. ഒരു പെൺകുട്ടി ഏത്തിക്കാഫിരിക്കുകയായിരുന്നു. അവൾ ഇവിടെയുള്ള സംഘാടകരുമായി ബന്ധപ്പെട്ട് തന്റെ ആഭരണങ്ങൾ പള്ളിക്കു വേണ്ടി സമർപ്പിച്ചു. പ്രത്യക്ഷമായ നിലയിൽ അത്ര വലിയ വിലപിടിപ്പുള്ള ആഭരണമൊന്നുമായിരുന്നില്ല. എന്നാൽ ആ ആഭരണമായിരുന്നു അവളുടെ മുഴുവൻ സമ്പാദ്യവും.
അവളുടെ മാതാപിതാക്കൾ അവൾക്ക് സമ്മാനം നൽകിയതായിരുന്നു. ആ പെൺകുട്ടി ജമാഅത്തിലെ ഏതൊരു വ്യക്തിക്കാണോ ആഭരണം നൽകിയത് അദ്ദേഹത്തോട് താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ മാതാപിതാക്കളോട് ഞാൻ ഈ ആഭരണം നൽകിയ കാര്യം പറയരുത്. മറ്റൊരു വഖഫേനോ പെൺകുട്ടിയും അതുപോലുണ്ട്. തന്റെ മുഴുവൻ ആഭരണങ്ങളും പോക്കറ്റ് മണിയുടെ രൂപത്തിൽ അവർക്ക് ലഭിച്ചിരുന്ന മുഴുവൻ തുകയും ഒരു കവറിൽ ഇട്ട് കത്തെഴുതി തന്റെ പിതാവിന്റെ തലയണയ്ക്ക് കീഴിൽ വെച്ചു. ഇതെല്ലാമാണ് എന്റെ കയ്യിലുള്ളത്. ഇതല്ലാതെ ഈ പള്ളിക്ക് വേണ്ടി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ സമർപ്പിക്കാനായി എന്റെ പക്കൽ മറ്റൊന്നും തന്നെയില്ല. പുതുതായി വിവാഹം കഴിഞ്ഞ യുവതികളായ പെൺകുട്ടികൾ, അവർക്ക് അവരുടെ ആഭരണങ്ങളോടുള്ള താല്പര്യം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. അവരും തങ്ങളുടെ മുഴുവൻ ആഭരണങ്ങളും പള്ളിയുടെ നിർമ്മാണത്തിനായി സമർപ്പിച്ചു. ഒരുപാട് വനിതകൾ അവരുടെ ഭർത്താക്കന്മാർ മുമ്പ് തന്നെ വലിയ വാഗ്ദാനങ്ങൾ ചെയ്തിരുന്നു. അത് പൂർണ്ണമായും അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു. ആ സ്ത്രീകൾ അവരുടെ ആഭരണങ്ങളും സ്വരൂപിച്ചിരുന്ന തുകയും പള്ളിയുടെ നിർമ്മാണത്തിനു വേണ്ടി നൽകുകയുണ്ടായി. എന്നോട് പറയുകയുണ്ടായി, 2 സ്ത്രീകൾ ഇവിടെ സാമ്പത്തിക ത്യാഗത്തിനായി കഴിവില്ലാത്തവരായി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് പാകിസ്ഥാനിൽ പിതാവിന്റെ അവകാശം എന്ന നിലയിൽ വീട് ലഭിച്ചിരുന്നു. അവർ ആ വീട് വിറ്റ് മുഴുവൻ തുകയും, അത് അവിടെ ലക്ഷക്കണക്കിന് രൂപ വിലമതിപ്പുള്ളതാണ്, പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി നൽകുകയുണ്ടായി. ഒരു ഖാദിം പള്ളിയുടെ നിർമ്മാണത്തിനായി ഒരു വലിയ സംഖ്യ വാഗ്ദാനം ചെയ്തിരുന്നു. അതിൽ ഒരു ഭാഗം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്നായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ ഇണകളുടെ ബന്ധം വേർപെട്ടു. വാഗ്ദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ബന്ധപ്പെട്ടപ്പോൾ ആ ഖാദിമിന്റെ പിതാവ് പറഞ്ഞു, ആ സ്ത്രീയുമായുള്ള ബന്ധം വേർപെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവൾ അവളുടെ ഭാഗം സ്വയം നൽകുന്നതായിരിക്കും. എന്നാൽ ആ യുവാവ് പറഞ്ഞു, അല്ല, കാരണം ഞാനാണ് അവളുടെ ഭാഗത്ത് നിന്ന് വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് ബന്ധം വേർപെട്ടിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ ഈ വാഗ്ദാനം പൂർത്തിയാക്കുന്നതായിരിക്കും. അങ്ങനെ വാഗ്ദാനം പൂർണ്ണമായും നൽകി. ചില സ്ഥലങ്ങളിൽ നമുക്ക് അത്തരം ആളുകളെ കാണാൻ സാധിക്കും. അവർ സ്ത്രീകളുടെ അനുവദനീയമായ അവകാശം പോലും നൽകാറില്ല. കലായുടെ തീരുമാനം അംഗീകരിക്കാത്തതു കാരണം ചിലപ്പോൾ അവർക്കെതിരിൽ നടപടി ഉണ്ടാകുന്നു. എന്നാൽ അതവരുടെ നിർബന്ധ കടമയാണ്. അത് സ്ത്രീകളുടെ അവകാശമായിരിക്കും. എന്നാൽ ചിലരുണ്ട്, അവർ വേർപിരിഞ്ഞിട്ടും വാഗ്ദാനം പൂർത്തിയാക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ആളുകളാണ് വിശ്വാസികൾ എന്ന് പറയാൻ അർഹരായിട്ടുള്ളവർ. മാൽമോ ജമാഅത്തിലെ ഒരു ഖാദിം, അദ്ദേഹം താൽക്കാലിക ജോലിയാണ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തോട് പള്ളിയുടെ വാഗ്ദാനം വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ അദ്ദേഹം 10,000 ക്രോണറിൽ നിന്നും വർദ്ധിപ്പിച്ച് അദ്ദേഹം തന്റെ വാഗ്ദാനം 1,00,000 ക്രോണർ ആക്കി. അടുത്ത ആഴ്ച തന്നെ 50,000 ക്രോണർ നൽകുന്നതിനായി പള്ളിയിലേക്ക് കൊണ്ടുവന്നു. താങ്കൾ ഇത്രയധികം തുക എവിടെ നിന്നാണ് സ്വരൂപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, കാരണം അവസ്ഥ അത്തരത്തിലായിരുന്നില്ല, വാഗ്ദാനവും കുറച്ചു കാലത്തേക്കായിരുന്നു, 2 വർഷത്തിൽ വിഭജിച്ചാണ് നൽകേണ്ടിയിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വാഹനം വിറ്റു, കാറ് വിറ്റ്, അതേപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന തുകയും കൂട്ടിയാണ് നൽകുന്നതിനായി വന്നിരിക്കുന്നത്. അള്ളാഹു ഈ ത്യാഗത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് പെർമനന്റ് ജോലിയും നൽകി. മുമ്പത്തേക്കാൾ നല്ല പുതിയ വാഹനം നൽകുവാനും അദ്ദേഹത്തിന് തൗഫീക്ക് നൽകി. ഈ ത്യാഗത്തിന്റെ ആത്മാവ് നമുക്ക് ഒരുപാട് അഹമ്മദികളിൽ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ പ്രത്യേകത ഇവിടെ മാത്രമല്ല, മറിച്ച് എല്ലാ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും വ്യാപിച്ച ഒരുപാട് അഹമ്മദികളിൽ അത്തരക്കാരുണ്ട്. ഇവിടെയും അതുപോലുള്ള മറ്റനേകം അഹമ്മദികൾ ഉണ്ടായിരിക്കും. ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് നൽകിയത്. ഈ പള്ളിയുടെ സ്ഥലത്തെക്കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചും ഇതിന്റെ വ്യാപ്തിയെക്കുറിച്ചും ചുരുങ്ങിയ നിലയിൽ പറയാം. ഈ പള്ളിയുടെ നിർമ്മാണത്തിന്റെ പദ്ധതി 1999 ആരംഭിച്ചത്. അതായത് കൌൺസിലിന് അപേക്ഷ സമർപ്പിച്ചത്. ഇതിനായി ബഹുമാനപ്പെട്ട ഇസാനുള്ള സാഹിബ് 50,000 സ്ക്വയർ ഫീറ്റ് ഭൂമി വാങ്ങി ജമാഅത്തിന് സമർപ്പിച്ചു. ഈ ഭൂമി ഒരു ഉയർന്ന പ്രദേശത്താണ്, ഒരു ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലത്താണുള്ളത്. ഇതിന് അടുത്തുകൂടിയാണ് മെയിൻ ഹൈവേ കടന്നുപോകുന്നത്.
ഇത് നോർവേയെയും സ്വീഡനെയും മുഴുവൻ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നു. അതുപോലെ നോർവേയുടെയും സ്വീഡന്റെയും എല്ലാ വലിയ നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്നു. വളരെ തിരക്കുള്ള ഒരു ഹൈവേയാണ്. വളരെ ദൂരെ നിന്ന് തന്നെ പള്ളിയുടെ മനോഹാരിതയും ഉയർന്ന കെട്ടിടവും വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാവർക്കും കാണാൻ സാധിക്കും. തൗഹീദിന്റെ സന്ദേശം നൽകുകയും ചെയ്യുന്നു. ഇതിന്റെ നിർമ്മാണത്തിനു ശേഷം എല്ലാ അഹമ്മദികളും ഇതിന്റെ കടമ നിറവേറ്റപ്പെടുന്നവരായി അള്ളാഹു മാറ്റട്ടെ. തബ്ലീഗിലൂടെയും ഈ പള്ളി എന്തെന്നും തൗഹീദ് പ്രചരിപ്പിക്കുവാനുള്ള മാർഗമായി തീരട്ടെ. ഇതിന്റെ യഥാർത്ഥ മനോഹാരിത ദീനി അധ്യാപനങ്ങളുടെ മനോഹാരിതയാണ്. ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണോ നിർമ്മിച്ചിരിക്കുന്നത് അത് പ്രകാശിതമായി വെട്ടിത്തിളങ്ങട്ടെ. ഈ കോംപ്ലക്സിന്റെ നിർമ്മാണം നടന്നിരിക്കുന്ന സ്ഥലത്തിന്റെ വ്യാപ്തി 2353 സ്ക്വയർ ഫീറ്റ് ആണ്. 5 കെട്ടിടങ്ങൾ അടങ്ങുന്നതാണ്. വലിയ കെട്ടിടം മസ്ജിദ് മഹ്മൂദ് ആണ്, മെയിൻ മസ്ജിദ്. ഇതിന്റെ വ്യാപ്തി 1493, അതായത് 1500 സ്ക്വയർ ഫീറ്റ് ആണ്. 750 സ്ക്വയർ ഫീറ്റ് ഉള്ള സ്പോർട്സ് ഹാൾ ഉണ്ട്. ഇതുകൂടാതെ മറ്റു കെട്ടിടങ്ങളുമുണ്ട്. പള്ളിക്ക് 2 ഹാളുകളുണ്ട്, ഒന്ന് മുകളിൽ ഒന്ന് താഴെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഇവിടെ ചോദ്യം ഉന്നയിക്കുന്ന ചിലർ ചോദ്യം ഉന്നയിക്കുന്നു, നിങ്ങൾ സ്ത്രീകളെ മാറ്റി നിർത്തുന്നു, മെയിൻ പള്ളിയിൽ നിൽക്കാൻ അനുവദിക്കാറില്ല. ഇവിടെ അവരുടെ ഈ ആരോപണവും അവർ ഇസ്ലാമിൽ ആരോപണം ഉന്നയിക്കാൻ വഴി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്കും ഇവിടെ മതിയായ മറുപടിയുണ്ട്. പള്ളിയുടെ ഒരു ബ്ലോക്കിൽ തന്നെയാണ് 2 ഹാളുകളുമുള്ളത്. ഒരേപോലുള്ള ഹാളുകളാണ്. ഈ ഹാളുകളിൽ ഓരോന്നിലും 500 പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ സ്പോർട്സ് ഹാളിൽ 700 പേർക്ക് നമസ്കരിക്കാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 1700 പേർക്ക് ഒരുമിച്ച് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് പുറത്തുനിന്ന് ഒരുപാട് പേർ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് പള്ളി നിറഞ്ഞു കാണുന്നത്. എന്നാൽ സാധാരണ അവസ്ഥകളിൽ സ്ഥലപരിമിതിയുടെ അടിസ്ഥാനത്തിൽ ഇത് വളരെ വിശാലമായ ഒരു പള്ളിയാണ്. മുഴുവൻ രാജ്യത്തിലെയും ജമാഅത്ത് അഥവാ ഒരുമിച്ചു കൂടിയാൽ തന്നെയും ഹാളുകളിൽ പകുതി സ്ഥലം നമസ്കാരക്കാർക്കായി കാലിയായിരിക്കും. മുകളിലും കാലിയായിരിക്കും, താഴെയും കാലിയായിരിക്കും. തങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നത് ഇവിടെയുള്ള അഹമ്മദികളുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് ഉദ്ഘാടനമാണ്. ഞാനും വന്നിരിക്കുന്നു. പുറത്തുനിന്നും ഒരുപാട് പേർ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മസ്ജിദ് മുകളിലും താഴെയും നിറഞ്ഞിരിക്കുന്നതായി കാണുന്നത്. പുറത്തും ആളുകൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ സാധാരണ അവസ്ഥകളിൽ ഈ പള്ളി ഇത്രമാത്രം വലുതാണ്. മുഴുവൻ രാജ്യത്തിലെയും ജമാഅത്ത് ഒരുമിച്ചാലും പകുതി പള്ളി കാലിയായിരിക്കും. ഇവിടെയുള്ളവർ തങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കേണ്ടതാണ്. ഇവിടെയുള്ളവരിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കുക, അവ ദൂരീകരിച്ച് തൗഹീദിലേക്ക് കൊണ്ടുവരിക. ഇത് ഇവരോടുള്ള സഹാനുഭൂതി ആവശ്യപ്പെടുന്നതാണ്. ഇത് ഇവരുടെ അവകാശമാണ്. ഇവിടെയുള്ള ഭരണകൂടവും ആളുകളും പൊതുജനങ്ങളും നമുക്ക് സ്ഥലം നൽകിക്കൊണ്ട് നമ്മോട് കാണിച്ചിരിക്കുന്ന ഈ ഔദാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം നൽകിക്കൊണ്ട് നിങ്ങളോട് കാണിച്ചിരിക്കുന്ന ഈ ഔദാര്യം, അതിനുള്ള ഏറ്റവും ഉത്തമമായ പ്രത്യുപകാരം ഇവരെ അള്ളാഹുവിന്റെ സമീപത്തേക്ക് കൊണ്ടുവരിക എന്നതാണ്. പള്ളിയുടെ നിർമ്മാണത്തിന്റെ കടമയും അപ്പോഴായിരിക്കും പൂർത്തിയാക്കപ്പെടുക. എപ്പോഴാണോ ഇതിനെ ഇബാദത്ത് ചെയ്യുന്നവരെ കൊണ്ട് കൂടുതൽ കൂടുതലായി ജനനിബിഡമാക്കുന്നത്. സ്വയം ഇവിടെ വന്നുകൊണ്ട് തങ്ങളുടെ നമസ്കാരം കൊണ്ട് ഇതിനെ ജനനിബിഡമാക്കുകയും തബ്ലീഗ് ചെയ്തുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളെയും ഇസ്ലാമിക അധ്യാപനങ്ങൾ പരിചയപ്പെടുത്തുക, ഈ കാര്യങ്ങൾ തന്നെയാണ്. ഇതിലേക്കാണ് ഹസ്രത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം
നമ്മെ ഒരു സ്ഥലത്തേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. ഹസ്രത്ത് മസീഹെ മൗഊദ് ഇസ്ലാത്തു വസ്സലാം പറയുന്നു, ഇപ്പോൾ നമ്മുടെ ജമാഅത്തിന് പള്ളികളുടെ വളരെയധികം ആവശ്യമുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഭവനങ്ങളാണ്. ഏതൊരു ഗ്രാമത്തിലും നഗരത്തിലുമാണോ നമ്മുടെ ജമാഅത്തിന്റെ പള്ളി സ്ഥാപിക്കുന്നത്, മനസ്സിലാക്കുക, അവിടെ ജമാഅത്തിന്റെ പുരോഗതിയുടെ തറക്കല്ലിടപ്പെട്ടിരിക്കുന്നു. മുസ്ലിങ്ങൾ കുറവോ ഇല്ലാത്തതോ ആയ ഏതെങ്കിലും ഗ്രാമമോ പട്ടണമോ ഉണ്ടെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു സ്വയം മുസ്ലിങ്ങളെ വലിച്ചെടുപ്പിക്കും. മറ്റു മുസ്ലിങ്ങളും വരും. ഇവിടുത്തെ പ്രാദേശിക ആളുകൾ മുഖേനയും അംഗസംഖ്യ വർദ്ധിക്കും. പറയുന്നു, എന്നാൽ നിബന്ധന ഇതാണ്, പള്ളി നിർമ്മാണത്തിൽ നിയ്യത്ത് ഇഖ്ലാസോടുകൂടിയായിരിക്കണം. അള്ളാഹുവിനു വേണ്ടി മാത്രം അത് നിർമ്മിക്കുക. സ്വാർത്ഥപരമായ ഏതെങ്കിലും ഉദ്ദേശമോ ഏതെങ്കിലും പ്രശ്നമോ ഒരിക്കലും അതിൽ ഉണ്ടാകരുത്. അപ്പോഴായിരിക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയുക. ഈ നിബന്ധനയെക്കുറിച്ച് എല്ലായ്പ്പോഴും എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നിയ്യത്തിൽ പൂർണ്ണമായ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഒരുവിധത്തിലുള്ള കുഴപ്പവും പ്രശ്നവും ഹൃദയത്തിൽ ഉണ്ടാകരുത്. പൂർണ്ണമായും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ത്യാഗം ചെയ്യുകയും പള്ളി നിർമ്മിക്കുകയും പള്ളിയെ ജനനിബിഡമാക്കുകയും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പരിധിയില്ലാതെ അനുഗ്രഹം വർദ്ധിക്കുന്നതായിരിക്കും. പറയുന്നു, ജമാഅത്തിന് തന്റേതായ പള്ളി ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ജമാഅത്തിന്റെ ഇമാമും ഉണ്ടായിരിക്കണം. ഉപദേശ പ്രസംഗങ്ങളും മറ്റും നടത്തണം. ജമാഅത്ത് അംഗങ്ങൾ ഒരുമിച്ചുകൊണ്ട് ഈ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കേണ്ടതാണ്. പറയുന്നു, ജമാഅത്തിലും ഐക്യത്തിലും വലിയ അനുഗ്രഹം ഉണ്ട്. ഇത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. എല്ലായിടത്തും വസിക്കുന്നവർ ഇത് ഓർത്തിരിക്കേണ്ടതാണ്. അവർ നോർവേയിലുള്ളതോ ഡെൻമാർക്കിലുള്ളതോ അല്ല ലോകത്തിലെ മറ്റേതെങ്കിലും രാജ്യത്തുള്ളവരാണെങ്കിലും ശരി. പള്ളി ജനനിബിഡമാക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ ജമാഅത്തിന്റെ ഐക്യമാണ്. നാം ഈ ഐക്യം നിലനിർത്താനായി പരിശ്രമിക്കേണ്ടതാണ്. പറയുന്നു, ഭിന്നിപ്പ് കൊണ്ട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഈ കാലം, ഈ സമയത്ത് ഐക്യത്തിനും ഒരുമയ്ക്കും വളരെയധികം പുരോഗതി നൽകേണ്ടതാണ്. ഐക്യത്തിലും ഒരുമയിലും സ്നേഹത്തിലും വളരുക. ചെറിയ ചെറിയ കാര്യങ്ങളെ അവഗണിക്കേണ്ടതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ കലഹം, ബഹളം, ദുർഭാവന ഇത് അവസാനിപ്പിക്കുക. പറയുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ അവഗണിക്കേണ്ടതാണ്. അത് ഭിന്നിപ്പിന് കാരണമായി തീരും. നാം ഹസ്രത്ത് മസീഹെ മൗഊദ് ഇസ്ലാത്തു വസ്സലാമിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിക അധ്യാപനങ്ങൾ, അത് മുസ്ലിങ്ങൾ ഇന്ന് മറന്നുപോയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിൽ വിവിധ തരത്തിലുള്ള ബിദ്അത്തുകൾ ആരംഭിച്ച് കക്ഷിത്വത്തിൽ അകപ്പെട്ട് ഇസ്ലാമിക ശ്രേഷ്ഠതകൾ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, സ്വഭാവപരമായ മഹത്വം പോലും വിസ്മരിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നാം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പകരം അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ പരിശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവരിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. നാം ഒന്നായി നിൽക്കേണ്ടതാണ്. ഇതിനായി പരസ്പരം ഐക്യവും ഒരുമയും ഉണ്ടാക്കുക. ഇതിനായി അള്ളാഹു പറഞ്ഞു തന്നിരിക്കുന്ന മാർഗങ്ങളിലൂടെ ചരിക്കുക. ഇതിനായി ഹദ്റത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാം നമസ്കാരവും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മെ ഉപദേശിച്ചിരിക്കുന്നത് ഞാൻ വിവരിക്കാം. ആ മഹാത്മാവ് പറയുന്നു, നമസ്കാരത്തിൽ ജമാഅത്തിനുള്ള പ്രതിഫലം വെച്ചിരിക്കുന്നത് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അത് മുഖേന ഐക്യം ഉണ്ടാകുന്നു എന്നതാണ്. പിന്നീട് ഈ ഐക്യത്തെ പ്രവർത്തന തലത്തിൽ കൊണ്ടുവരാൻ ഇത്രമാത്രം താക്കീത് ചെയ്യപ്പെട്ടിരിക്കുന്നു. പരസ്പരം കാലുകൾ പോലും ഒരുമിച്ചായിരിക്കണം. സഫായി നിൽക്കുമ്പോൾ ഒപ്പത്തിനൊപ്പം കാലുകൾ വെക്കുക. കാലിന്റെ മടമ്പ് ഒരേ ലൈനിലായിരിക്കണം, നേരെയായിരിക്കണം. സഫ് നേരെയായിരിക്കണം. പരസ്പരം കൂടിച്ചേർന്ന് നിൽക്കണം. പറയുന്നു, ഇതുകൊണ്ടുള്ള ഉദ്ദേശം ഇതാണ്. അഥവാ ഒരേ ഒരു മനുഷ്യന്റെ കൽപ്പനയിൽ അകപ്പെടണം. അതായത് ഒരാളാണ് എന്ന് തോന്നണം. ഒരാളുടെ പ്രകാശം മറ്റുള്ളവരിലേക്ക് സന്നിവേശിക്കണം. ചിലരിൽ ആത്മീയത കൂടുതലായിരിക്കും, ചിലരിൽ കുറവായിരിക്കും. അപ്പോൾ അവിടുന്ന് പറയുന്നു, ഈ ആത്മീയതയുടെ പ്രകാശം നിങ്ങൾ ഒന്നായി തീരുന്നു എങ്കിൽ പരസ്പരം സന്നിവേശിക്കും.
അഹം എന്ന ഭാവവും സ്വാർത്ഥതയും മൂലം ഉണ്ടാകുന്ന വേർതിരിവ് ഉണ്ടാവരുത്. ഇതായിരുന്നു അങ്ങയുടെ ആഗ്രഹം. സ്വാർത്ഥതയും സ്വന്തം കാര്യം നോക്കലും പൂർണ്ണമായും ഇല്ലാതാവുകയും ഒന്നായിത്തീരുകയും ചെയ്യുക. പറയുന്നു, ഇത് നല്ലവണ്ണം ഓർത്തുകൊള്ളുക, മനുഷ്യനിൽ മറ്റുള്ളവരുടെ പ്രകാശം സംശീകരിക്കാനുള്ള ശക്തിയുണ്ട്. ഈ ഐക്യത്തിനു വേണ്ടിയാണ് നിത്യേനയുള്ള നമസ്കാരം മുഹല്ലയിലെ പള്ളിയിലും, ആഴ്ചയ്ക്കുശേഷം നഗരത്തിലെ പള്ളിയിലും, വർഷത്തിനു ശേഷം ഈദ്ഗാഹിലും ഒരുമിച്ചുകൂടുക. മുഴുവൻ ഭൂമിയിലെയും മുസ്ലിങ്ങൾ വർഷത്തിലൊരിക്കൽ ബൈത്തുല്ലായിൽ ഒരുമിച്ചുകൂടുക. ഈ എല്ലാ കൽപ്പനകളുടെയും ഉദ്ദേശം ഈ ഐക്യമാണ്. നമസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള എല്ലാ കൽപ്പനകളും അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഒരു സമൂഹമായി തീരുക എന്നാണ്. ഇപ്പോൾ നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ ഭിന്നിപ്പും ഛിദ്രതയും കുഴപ്പങ്ങളും മുസ്ലിങ്ങളിലാണ്. നാം അഹമ്മദികളാണ് ഈ മാതൃക സ്ഥാപിക്കേണ്ടത്. ലോകത്തിന് ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ളതും മനോഹരവുമായ അധ്യാപനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുക്കേണ്ടത്. വീണ്ടും അവിടുന്ന് പറയുന്നു, പള്ളിയുടെ യഥാർത്ഥ സൗന്ദര്യം കെട്ടിടവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് ആത്മാർത്ഥതയോടുകൂടി നമസ്കരിക്കുന്ന നമസ്കാരക്കാരുമായി ബന്ധപ്പെട്ടതാണ്. അല്ല എങ്കിൽ ഈ പള്ളികളെല്ലാം തന്നെ ശൂന്യമായി കിടക്കുകയാണ്. അവിടുന്ന് മുസ്ലിങ്ങളുടെ പള്ളിയിലേക്ക് സൂചന നൽകുന്നത്. പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി ചെറുതായിരുന്നു. ഈന്തപ്പന ഓലകൾ കൊണ്ടാണ് അതിന്റെ മേൽക്കൂര പണിതിരുന്നത്. മഴയുണ്ടാകുമ്പോൾ മേൽക്കൂരയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുമായിരുന്നു. പള്ളിയുടെ മനോഹാരിത നമസ്കാരക്കാരുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഭൗതികരായവരും ഒരു പള്ളി നിർമ്മിച്ചിരുന്നു. അത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പൊളിച്ചുകളഞ്ഞു. ഈ പള്ളിയുടെ പേര് മസ്ജിദ് ദിറാർ എന്നായിരുന്നു, അതായത് നഷ്ടമുണ്ടാക്കുന്ന പള്ളി. ആ പള്ളിയുടെ ഭൂമി മണ്ണോട് ചേർക്കപ്പെട്ടു. പള്ളിയെക്കുറിച്ചുള്ള കൽപ്പന തഖ്വയ്ക്ക് വേണ്ടി നിർമ്മിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും സ്ത്രീകളും പുരുഷന്മാരിലും കുട്ടികളിലും ത്യാഗത്തിന്റെ ആവേശം അത് ഈ പള്ളിയുടെ നിർമ്മാണത്തിലും കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കുട്ടികളുടെ നിസ്വാർത്ഥമായ നിഷ്കളങ്കമായ ത്യാഗങ്ങൾ അത് എല്ലാവിധ പ്രകടനാത്മകതയിൽ നിന്നും ശുദ്ധമാണ്. ഇത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആകളും അധ്യാപനങ്ങളും നമ്മളിൽ പൊതുവായ നിലയിൽ ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുക എന്ന ഗ്രാഹ്യം നൽകിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. നമ്മുടെ പള്ളി നിർമ്മിക്കുക എന്ന ചിന്താഗതി ഭൗതികത കൊണ്ടല്ല, പൂർണ്ണമായും ഇബാദത്ത് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. തഖ്വയിൽ ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടിയാണ്. നാം അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും ശേഷം ഏതെങ്കിലും ഒരു ലക്ഷ്യം കരസ്ഥമാക്കിയതിനു ശേഷം നാം നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യത്തെ അവഗണിക്കുന്നവരായി മാറരുത് എന്ന ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം. നാം ഒരു മനോഹരമായ പള്ളി നിർമ്മിച്ചു, നമ്മുടെ നിർബന്ധ കടമകൾ ചെയ്തു തീർന്നു, എല്ലാ ജോലിയും തീർന്നു എന്ന് വിചാരിക്കരുത്. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം നമ്മുടെ യഥാർത്ഥ ജോലി ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരും ഈ കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. നാം വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നതിന്റെ, അതായത് ജിന്നിനെയും ഇൻസിനെയും നാം ഇബാദത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിന്റെ എന്ന കാര്യം എല്ലായ്പ്പോഴും നാം ഓർമ്മിക്കേണ്ടതാണ്. ഈ ഒരു ഇബാദത്തിന്റെ കടമ നാം നിറവേറ്റണം. ഇബാദത്തിന്റെ കടമ പള്ളികളിൽ വരുന്നവരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതലായ നിലയിൽ നിറവേറ്റാൻ സാധിക്കുന്നത്. ഏതുപോലെ ഹദീസിൽ ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. പിന്നീട് അള്ളാഹുവിന്റെ ദാസന്മാരോട് എങ്ങനെയാണ് സ്നേഹം അള്ളാഹു പ്രകടിപ്പിക്കുന്നത് എന്ന് നോക്കുക. അവർക്ക് അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് നൽകുന്നത് എന്ന് നോക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയുണ്ടായി, ജമാഅത്തായ നമസ്കാരം പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന വ്യക്തിക്ക് 27 ഇരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കും. മറ്റൊരു ഹദീസിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ഒരാളുടെ ജമാഅത്തായുള്ള നമസ്കാരം അയാളുടെ സ്വന്തം വീട്ടിലോ മാർക്കറ്റിലോ നമസ്കരിക്കുന്ന നമസ്കാരത്തെക്കാൾ
25 ഇരട്ടി ഉത്തമമാണ്. ചില നിവേദനങ്ങൾ 27 ഇരട്ടിയും എന്നും ഉണ്ട്. ഇതിനുള്ള കാരണം അയാൾ ഒളു എടുക്കുമ്പോൾ നല്ലപോലെ ഒളു എടുക്കുന്നു, എന്നിട്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ഈ ഒരു അവസ്ഥയിൽ അയാളെ നമസ്കാരം മാത്രമാണ് പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അയാൾ വെക്കുന്ന ഓരോ ചുവടിലും അയാളുടെ ഒരു സ്ഥാനം ഉയർത്തുകയും രണ്ടാമത്തേതിൽ ഒരു പാപം ദൂരീകരിക്കപ്പെടുകയും ചെയ്യും. അയാൾ നമസ്കരിക്കുമ്പോൾ ഏതുവരെ അയാൾ തന്റെ മുസല്ലയിൽ ആയിരിക്കുന്നുവോ മലക്കുകൾ അയാൾക്ക് വേണ്ടി കാരുണ്യത്തിന്റെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അവർ പറയും, എന്ത് ദുആയാണ് അവർ ചെയ്യുക? അല്ലാഹുവേ, ഇയാളിൽ പ്രത്യേകം അനുഗ്രഹം ചൊരിയണമേ, ഇദ്ദേഹത്തിൽ കരുണ ചൊരിയണമേ. പറയുന്നു, നിങ്ങളിൽ ഒരാൾ ഏതുവരെ നമസ്കാരത്തിനായി കാത്തിരിക്കുന്നുവോ അതുവരെ നമസ്കാരത്തിൽ തന്നെയായിരിക്കും. അള്ളാഹു കാത്തിരിപ്പിന് പ്രതിഫലം നൽകുകയില്ല എന്ന് വിചാരിക്കരുത്. പള്ളിയിൽ വന്ന് നമസ്കാരത്തിനായി കാത്തിരിക്കുന്നതിനും പ്രതിഫലമുണ്ട്. മറ്റൊരു റിവായത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാളാണോ രാവിലെയും വൈകുന്നേരം പള്ളിയിലേക്ക് പോകുന്നത്, അള്ളാഹു അയാൾക്കായി സ്വർഗത്തിൽ അതിഥി സൽക്കാരത്തിനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നു. പള്ളിയിൽ വരുന്നവർ അള്ളാഹുവിന്റെ അതിഥികളായിരിക്കും. ഈ പള്ളിയുടെ നിർമ്മാണത്തിലുള്ള നന്ദി പ്രകടനം നാം മുമ്പത്തേക്കാൾ ഉപരിയായി പരസ്പരമുള്ള സ്നേഹപ്രകടനത്തിലൂടെയും കാണിക്കണം. നിങ്ങളെല്ലാവരും ഇവിടെ താമസിക്കുന്നവർ ചെയ്യണം. ലോകത്തിന്റെ ഏത് കോണിൽ താമസിക്കുന്ന അഹമ്മദികളാണെങ്കിലും പള്ളികളിൽ പോകുമ്പോൾ പള്ളികളുടെ ഈ കടമയും നിറവേറ്റുക. ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ശേഷം നിങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ മാതൃക മുമ്പത്തേക്കാൾ ഉപരിയായി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അതിനെക്കുറിച്ച് അവർക്ക് അറിവ് നൽകണം. ഏതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, പള്ളികൾ മുസ്ലിങ്ങളാക്കുന്നതിനുള്ള മാർഗമായി തീരും. അഥവാ നമ്മുടെ കർമ്മങ്ങൾ ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ച് അല്ല ഉള്ളത് എങ്കിൽ, അഥവാ നാം ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നില്ല എങ്കിൽ, ജനങ്ങൾ പള്ളി കണ്ടുകൊണ്ട് ഈ ഭാഗത്തേക്ക് തീർച്ചയായും ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇത് ഹൈവേയിൽ ആണ് നിൽക്കുന്നത്. വെട്ടിത്തിളങ്ങുന്ന പള്ളിയുടെ കുമ്പത് ദൂരെ നിന്ന് തന്നെ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. എന്നാൽ ഈ ശ്രദ്ധ കേവലം പ്രത്യക്ഷമായ ഭംഗിയിലേക്കായിരിക്കും ഉണ്ടാവുക. പള്ളിയുടെ യഥാർത്ഥ ഭംഗി എപ്പോഴായിരിക്കും കാണാൻ സാധിക്കുക? എപ്പോഴാണോ ഇതിൽ ആരാധന നിർവഹിക്കുന്നവർ ഈ പള്ളിയിൽ ആരാധന നിർവഹിക്കുന്ന കാരണത്താൽ ആത്മീയ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത്. നൈമിഷികമായ ആവേശം കൊണ്ട് കാണിച്ചിരിക്കുന്ന ത്യാഗങ്ങൾ തീർച്ചയായും അതും വിലമതിക്കേണ്ടത് തന്നെയാണ്. ചിലരുടേത് നൈമിഷികമായ ആവേശമായിരുന്നു, ചിലരുടേത് അനേകം വർഷം നീണ്ടു നിൽക്കുന്ന ത്യാഗങ്ങളാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെയും യുവാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായ ത്യാഗം. എന്നാൽ തുടർച്ചയായുള്ള ത്യാഗത്തിന്റെ കാലഘട്ടം ഇപ്പോഴാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ പള്ളിയുടെ പ്രത്യക്ഷമായ സൗന്ദര്യം ആത്മീയ സൗന്ദര്യത്തിൽ പരിവർത്തിപ്പിക്കുക, ഇതിവിടെ താമസിക്കുന്നവർ ചെയ്യേണ്ട വളരെ വലിയ ഒരു പ്രവൃത്തിയാണ്. പള്ളിയുടെ ഈ പ്രത്യക്ഷമായ സൗന്ദര്യം ആന്തരികവും ആത്മീയവുമായ സൗന്ദര്യത്തിൽ പരിവർത്തിപ്പിക്കണം. ആത്മീയ സൗന്ദര്യം ഒരു തുടർച്ചയെ ആവശ്യപ്പെടുന്നു, തുടർച്ചയായ പരിശ്രമം ആവശ്യപ്പെടുന്നു. ഓരോ അഹമ്മദിയും ആത്മീയ സൗന്ദര്യത്തിന്റെ ഈ തുടർച്ചയെ നിലനിർത്തണം എന്ന പ്രതിജ്ഞയെടുക്കുക. ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്ത ഈ ആയത്തുകൾ, അതിൽ ആദ്യത്തെ ആയത്ത് അത് സൂറ തൗബയിലേതാണ്. ഇതിൽ അല്ലാഹു പറയുന്നു, അതിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുൽ വിശ്വസിക്കുന്നവരും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരുമാണ് ജനനിബിഡമാക്കുന്നത്. അവർ നമസ്കാരം നിലനിർത്തുന്നവരും സകാത്ത് നൽകുന്നവരുമാണ്. അള്ളാഹുവിനു പുറമെ ആരെയും അവർ ഭയപ്പെടുന്നില്ല. ഇവർ അടുത്തു തന്നെ നേർമാർഗം പ്രാപിച്ചവരിൽ ഉൾപ്പെടുന്നവരായി തീരുന്നതായിരിക്കും. പള്ളി നിർമ്മാണത്തിന്റെ ലക്ഷ്യം അള്ളാഹുലുള്ള വിശ്വാസമാണ്. അള്ളാഹുലുള്ള വിശ്വാസം മനുഷ്യൻ എല്ലാവിധത്തിലുള്ള ശിർക്കിൽ നിന്നും തന്നെ സുരക്ഷിതനാക്കി വെക്കുമ്പോഴായിരിക്കും
പരിപൂർണമായി തീരുക. എല്ലാ വസ്തുക്കളും നൽകുന്നവനായി അള്ളാഹുവിനെ മാത്രം മനസ്സിലാക്കുക. പിന്നീട് ആഖിറത്തിലുള്ള വിശ്വാസമാണ്. അതിന് വിശദീകരണമുണ്ട്. എന്നാൽ അഥവാ മനുഷ്യൻ ഈ കാര്യത്തിൽ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ആഖിറത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ആഖിറത്ത് ദുനിയാവിനേക്കാൾ ഉത്തമമാണ് എന്ന കാര്യം മാത്രം മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ ഭൗതികമായ നിസ്സാര കാര്യങ്ങൾ സ്വായത്തമാക്കുന്നതിനു വേണ്ടി തന്റെ മുഴുവൻ കഴിവുകളും ചെലവഴിക്കുന്നതിന് പകരം, തന്റെ ശക്തി ചെലുത്തുന്നതിന് പകരം ആഖിറത്തിന്റെ അനുഗ്രഹങ്ങളുടെ അവകാശിയായി തന്നെ മാറ്റുന്നതിനു വേണ്ടി മനുഷ്യൻ പരിശ്രമിക്കുന്നതായിരിക്കും. അള്ളാഹു ഒരു സ്ഥലത്ത് പറയുന്നു, വലദാറുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന തഖൗ. പരലോകത്തിലെ ഭവനം തഖ്വ സ്വായത്തമാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വളരെയധികം ഉത്തമമാണ്. ഒരു ഭവനം ഒരു വിശ്വാസി പള്ളി നിർമ്മിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു. എന്നാൽ ഈ ഭവനത്തിന്റെ ജനവാസം പള്ളിയുടെ ജനനിബിഡതയെ തഖ്വയുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പള്ളിയുടെ നിർമ്മാണത്തിന്റെ കടമയും തഖ്വയിലൂടെ ചരിക്കുന്നതിലൂടെയായിരിക്കും നിറവേറ്റപ്പെടുക. തഖ്വയെക്കുറിച്ച് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുത്തക്കിയായി തീരുന്നതിന് ഈ കാര്യം അത്യാവശ്യമാണ്. വലിയ വലിയ പാപങ്ങൾക്ക് ശേഷം, ഉദാഹരണമായി വ്യഭിചാരം, മോഷണം, അവകാശധ്വംസനം, ആളുകളുടെ അവകാശം പിടിച്ചെടുക്കുക, പ്രകടനാത്മകത, എടുത്തുചാട്ടം, നിന്ദ്യരായി കാണൽ, പിശുക്ക് എന്നിവ പൂർണമായും ഉപേക്ഷിച്ച്, ദുസ്വഭാവങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് അതിന്റെ സ്ഥാനത്ത് ഉന്നത സ്വഭാവ ഗുണങ്ങളിൽ പുരോഗതി കൈവരിക്കുക, അനാവശ്യ ചിന്തയും മോശമായ സ്വഭാവങ്ങളും ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കുക, ഉന്നതവും മനോഹരവുമായ സ്വഭാവ ഗുണങ്ങൾ സ്വായത്തമാക്കുക എന്നു മാത്രമല്ല മറിച്ച് അതിൽ പുരോഗതി കൈവരിക്കുക. പറയുന്നു, ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക, ആളുകളോട് സൽസ്വഭാവത്തോടും നല്ല നിലയിലും സഹാനുഭൂതിയോടുകൂടിയും പെരുമാറുക. ഇതാണ് സൽസ്വഭാവം, ഇതാണ് തഖ്വ. ജനങ്ങളോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടുകൂടി പെരുമാറുക, നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുക, അവരോട് സഹാനുഭൂതി കാണിക്കുക. അവർ ആരാണ് എന്ന് നോക്കാതെ എല്ലാവരോടും, അവർ മുസ്ലിങ്ങളാണെങ്കിലും അമുസ്ലിങ്ങളാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും അന്യരാണെങ്കിലും അള്ളാഹുവിനോട് സത്യസന്ധമായ ആത്മാർത്ഥതയും വിശ്വസ്തതയും കാണിക്കുക. സേവനത്തിന്റെ ഉന്നത സ്ഥാനം അന്വേഷിക്കുക. അള്ളാഹുവിന്റെ പ്രീതിയുടെ ദൃഷ്ടി പതിക്കുന്ന വിധത്തിലുള്ള ജോലി അവർ ചെയ്യുക. പറയുന്നു, ഈ കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ മുത്തക്കി ആണ് എന്ന് പറയപ്പെടുക. ഏതൊരു കൂട്ടരാണോ ഈ കാര്യങ്ങളുടെ സമ്മേളനമായി തീരുന്നത്, ആരിലാണോ ഈ കാര്യങ്ങൾ ഒരുമിച്ചു കൂടുന്നത്, അവരാണ് യഥാർത്ഥത്തിലുള്ള മുത്തക്കീങ്ങൾ. അഥവാ ഏതെങ്കിലും ഒരു സൽസ്വഭാവം ആരിലെങ്കിലും ഒറ്റയായ നിലയിൽ ഉണ്ട് എങ്കിൽ അയാളെ മുത്തക്കി എന്ന് പറയാൻ സാധ്യമല്ല. ഈ എല്ലാ ഉന്നത സ്വഭാവ ഗുണങ്ങളും അത് ഒരുമിച്ചു കൂടുമ്പോഴായിരിക്കും മുത്തക്കി ആയിത്തീരുക. അതല്ലാതെ ഏതെങ്കിലും ഒരു നന്മ ചെയ്താൽ, ചന്ത നൽകിയാൽ നന്മയായി, നമസ്കരിച്ചാൽ നന്മയായി, അങ്ങനെയല്ല. ചന്തയും നമസ്കാരവും ജനസേവനവും ജനങ്ങളോടുള്ള സഹാനുഭൂതിയും സൽസ്വഭാവവും നല്ല കാര്യങ്ങളും ഇതെല്ലാമാണ് മുത്തക്കീങ്ങളുടെ അടയാളങ്ങൾ. പറയുന്നു, ഏതുവരെ ഉന്നത സ്വഭാവ ഗുണങ്ങൾ ഒരുമിച്ച നിലയിൽ ഒരാളിൽ ഉണ്ടാകുന്നില്ലയോ അതുവരെ മുത്തക്കിയാകാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനു വേണ്ടി നാം നമ്മുടെ ഉള്ളിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് നമസ്കാരം നിലനിർത്തുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നു. നമസ്കാരം നിലനിർത്തൽ 5 നേരം ജമാഅത്തായുള്ള നമസ്കാരമാണ്. ഈ പള്ളിയുടെ മനോഹാരിതയും നമസ്കാരക്കാരുടെ എണ്ണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പൂർണമായും അള്ളാഹുവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരായ നമസ്കാരക്കാരുടെ എണ്ണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പിന്നീട് സക്കാത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ദരിദ്രരുടെ അവകാശത്തിലേക്കും ശ്രദ്ധ ക്ഷണിച്ചു. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിക്ക് നമസ്കാരം നിലനിർത്തുന്നതിലേക്കും
ഇബാദത്തുകളിലേക്കും ശ്രദ്ധിക്കുന്നതോടൊപ്പം നിശ്ചയമായും തങ്ങളുടെ സമ്പത്ത് ശുദ്ധീകരിക്കണം എന്ന ചിന്തയും ഉണ്ടാകും. ധനം ശുദ്ധീകരിക്കുവാനുള്ള ഉത്തമമായ മാർഗം തന്റെ ധനത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും അവന്റെ ദാസന്മാരുടെ അവകാശങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുക എന്നതാണ്. ധനത്യാഗത്തിന്റെ ഗ്രാഹ്യം ഇന്ന് നാം കാണുന്നു. ഇതിന്റെ ശരിയായ ഗ്രാഹ്യം അഹമ്മദികൾക്കല്ലാതെ മറ്റാർക്കും തന്നെയില്ല. അള്ളാഹു ശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ സകാത്ത് നൽകുന്നതിലേക്കും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. തങ്ങളുടെ ധനം ചെലവഴിക്കുന്ന കാര്യത്തിലും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. സകാത്ത് പ്രത്യേകമായ നിലയിൽ എടുത്തു പറഞ്ഞ് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ചിലർ പറയുന്നു ജമാഅത്തിൽ സകാത്ത് നൽകുന്ന കാര്യത്തിൽ ശ്രദ്ധിപ്പിക്കാറില്ല, എന്നാൽ ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന കൽപ്പനകളിൽപ്പെട്ടതാണ്. ഇത് ഉപേക്ഷിച്ചുകൊണ്ട് ചന്തകളുടെ കാര്യത്തിലാണ് കൂടുതൽ ശക്തി ചെലുത്തുന്നത്. എന്നാൽ ഈ ചിന്താഗതി തെറ്റാണ്. സകാത്ത് നിർബന്ധമാക്കപ്പെട്ടവരെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കുന്നു, കൂടെ കൂടെ ശ്രദ്ധിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ഏതാനും വർഷമായി പല ഖുത്ബകളിലും ഇതിനെക്കുറിച്ച് വളരെ വിശാലമായ നിലയിൽ ചില അവസരങ്ങളിൽ വെളിച്ചം വീശിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് എങ്ങനെയാണ് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കാതിരിക്കാൻ സാധിക്കുക? കാരണം സകാത്തിന് ഖിലാഫത്തിന്റെ നിസാമുമായ ഒരർത്ഥത്തിൽ വളരെ ഗഹനമായൊരു ബന്ധമുണ്ട്. ഇസ്തിഖ്ലാഫിന്റെ ആയത്തിൽ ഖിലാഫത്ത് വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള മാർഗദർശനവും പ്രവചനവും നൽകിയിരിക്കുന്നതോടൊപ്പം അതിന് തൊട്ടടുത്ത ആയത്തിൽ നമസ്കാരം നിലനിർത്തുന്നതിലേക്കും സകാത്ത് നൽകുന്നതിലേക്കുമാണ് അള്ളാഹു ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. അഥവാ മറ്റു ചന്തകളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സകാത്ത് എല്ലാവർക്കും നിർബന്ധമല്ല. അതിനൊരു തോതുണ്ട്, ചില നിബന്ധനകളുണ്ട്. അതുകൊണ്ട് മാത്രം മുഴുവൻ ചിലവുകളും പൂർത്തിയാവുകയും ഇല്ല. എത്ര വിശാലമായ ജോലിയാണോ ലോകത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിനായി മറ്റു ചന്തകളിലേക്ക് ശ്രദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വസിയത്ത് സ്ഥിരമായ നിലയിൽ തങ്ങളിൽ നിർബന്ധമാക്കി മാസം തോറും ജമാഅത്തി ചന്തകൾ നൽകുക എന്ന വ്യവസ്ഥിതി, ഇത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിച്ചതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. സാന്ദർഭികമായി ഞാൻ ഈ കാര്യം പറഞ്ഞു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: പള്ളിയുടെ നിർമ്മാണത്തോടൊപ്പം നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്നു. അത് നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹുമായി തങ്ങളുടെ ബന്ധം സ്ഥാപിച്ചുകൊണ്ടും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണം. ആഖിറത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടും ഇത് ശ്രദ്ധിക്കണം. തങ്ങളുടെ തഖ്വയുടെ നിലവാരം ഉയർത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിലും ശ്രദ്ധയുണ്ടാകും, കടമ നിറവേറ്റപ്പെടും. നമസ്കാരം നിലനിർത്തുന്നതിലൂടെയും സൃഷ്ടി സേവനത്തിലൂടെയും ഇതിന്റെ കടമ നിറവേറ്റപ്പെടും. ദീനിന് പ്രബലത ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയായിരിക്കും ലഭിക്കേണ്ടത്, ലഭിച്ചിട്ടുണ്ട്. കാരണം അവിടുന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസന്റെ രൂപത്തിലാണ് ലോകത്ത് വന്നത്. അള്ളാഹു അദ്ദേഹത്തെ അയച്ചത് തന്നെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളുടെ യഥാർത്ഥ മാതൃക സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമിന് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനു വേണ്ടിയാണ്. അവിടുന്ന് ഖാത്തമുൽ ഖുലഫായും ആണ്. ലോകത്തിന് പറഞ്ഞുകൊടുക്കുന്നതിനു വേണ്ടിയാണ് ഇസ്ലാമിന്റെ മനോഹാരിത എന്താണ്. അങ്ങയുടെ വരവിന്റെ ഉദ്ദേശം തന്നെ ഇതാണ്. ലോകം ഇസ്ലാമിന്റെ മനോഹാരിത കാണുന്നവരായി തീരുക. ഞാൻ പാരായണം ചെയ്ത രണ്ടാമത്തെ ആയത്ത് അത് സൂറത്തുൽ ഹജ്ജിലുള്ളതാണ്. അതിൽ അള്ളാഹു പ്രബലത നൽകുന്ന ആളുകൾക്ക് അവർക്ക് പ്രബലത ലഭിക്കുമ്പോൾ അവർ ഏതെല്ലാം പ്രത്യേകതകൾക്കാണോ അർഹരായിത്തീരുന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമസ്കാരത്തിന്റെ നിലനിർത്തലുണ്ട്, സകാത്ത് നൽകലുണ്ട്, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കലുണ്ട്, ചീത്ത കാര്യങ്ങൾ തടയലുണ്ട്. ഈ കാലഘട്ടത്തിൽ ആരു മുഖേനയാണോ പ്രബലത ലഭിക്കേണ്ടിയിരുന്നത്, ഞാൻ പറഞ്ഞതുപോലെ അത് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനയാണ് ലഭിക്കേണ്ടിയിരുന്നത്. ഖിലാഫത്തിന്റെ വ്യവസ്ഥിതിയും അദ്ദേഹത്തിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ ആരംഭിക്കേണ്ടിയിരുന്നത്. അത് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് മുഴുവൻ ലോകത്തും അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ്
ശരിയായ ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഖിലാഫത്ത് വ്യവസ്ഥിതി നിലവിലുള്ളത്. അത് അള്ളാഹുവിന്റെ സന്ദേശത്തെ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇബാദത്തിന്റെ സ്ഥാപനത്തിനായി പള്ളികൾ നിർമ്മിക്കുന്നു, കുഴപ്പവും പ്രശ്നവും ഉണ്ടാക്കുന്ന സ്ഥലങ്ങളായിട്ടല്ല. ഈ കാര്യങ്ങൾ പ്രബലതയ്ക്ക് കാരണമാണ്. അത് ഇസ്ലാമിന് അഭിമാനവും ശക്തിയും സ്ഥാനവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത് മുഖേന ഇസ്ലാമിന് അഭിമാനവും സ്ഥാനവും ശക്തിയും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ അഹമ്മദിയുടെയും ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക, ഈ ലക്ഷ്യം മനസ്സിലാക്കുക. ഇതിനായി തങ്ങളുടെ പ്രതിജ്ഞകളെ പൂർത്തിയാക്കിക്കൊണ്ട്, തങ്ങളുടെ ചിന്തകളെ അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുസൃതമാക്കിക്കൊണ്ട് ആക്കി തീർക്കാൻ എല്ലായ്പ്പോഴും പരിശ്രമിക്കുക. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ഈ കാര്യം എപ്പോഴും തങ്ങളുടെ മുന്നിൽ വെക്കുക. അള്ളാഹുവിന്റെ സത്യദാസർ അള്ളാഹുവിൽ നിന്ന് സഹായം കരസ്ഥമാക്കുന്നു. അവർക്ക് അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുന്നു. അഥവാ മനുഷ്യൻ സത്യവാനാണ് എങ്കിൽ, ശരിയായ വിശ്വാസിയാണ് എങ്കിൽ, അള്ളാഹുവിനെ സഹായത്തിനായി വിളിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കുന്നു. അവർ തങ്ങളുടെ മുഴുവൻ കഴിവുകളും ശക്തിയും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നു. ഇതാണ് സത്യവാൻമാരായ ദാസന്മാരുടെ, വിശ്വാസികളുടെ അടയാളം. അതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള കടമകളും നിറവേറ്റുന്നു. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും ഈമാനിൽ പുരോഗമിക്കുന്നവരുമായിരിക്കും അവർ. അവർ തഖ്വയോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടുന്നവരായിരിക്കും. മറ്റുള്ളവരെയും നന്മ ചെയ്യാൻ അവർ ഉപദേശിക്കുന്നു, തിന്മകളിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു. നാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരായി അള്ളാഹു മാറ്റട്ടെ. അള്ളാഹുവിനോടുള്ള കടമയും നിറവേറ്റുന്നവരായി തീരട്ടെ. പരസ്പരമുള്ള സ്നേഹത്തിലും പുരോഗമിക്കുന്നവരായി തീരട്ടെ. പള്ളിയുടെ കടമയും നിറവേറ്റുന്നവരായി തീരട്ടെ. തബ്ലീഗിന്റെ കടമയും നിറവേറ്റുന്നവരായി തീരട്ടെ. സാമ്പത്തിക ത്യാഗത്തിന്റെ നൈമിഷികമായ ആവേശം മാത്രമല്ല നമ്മളിൽ ഉണ്ടാവേണ്ടത്, മറിച്ച് ആത്മീയ പുരോഗതിയുടെ സ്ഥിരമായ ആവേശം നമ്മുടെ അവസ്ഥകളിൽ ഉണ്ടാക്കുന്നവരും നിലനിർത്തുന്നവരുമായി തീരട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഇമാമും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനുമായി നാം ചെയ്ത ബൈഅത്തിന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹു എല്ലാവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.